Dear students, നമ്മൾ vibrational spectroscopy second video move cheyana. First video we already discussed about simple harmonic oscillator. ഒരു മോളിക്യൂളിനെ simple harmonic oscillator ആയിട്ട് assume ചെയ്തു. അതിന്റെ corresponding ആയിട്ടുള്ള എനർജി, അതിന്റെ corresponding ആയിട്ടുള്ള vibration levelsന്റെ എനർജി ഇതെല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. How much energy will be absorbed during a particular transition. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു ഡയറ്റോമിക് മോളിക്യൂൾ വിച്ച് ഈസ് ബിഹേവിങ് ആസ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിരുന്നു. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഡയറ്റോമിക് മോളിക്യൂൾ. പക്ഷെ പീരിയോഡിക് ആയിട്ട് അതിൻ്റെ മോഷൻ നടക്കുന്നു. അവിടെ ഒരു റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. റിസ്റ്റോറിങ് ഫോഴ്സ് എന്താ, നമ്മുടെ കറസ്പോണ്ടിങ് ആ ഫോഴ്സ് കോൺസ്റ്റന്റ് സിമിലർ ആയിട്ട് വരും. സോ ആ റിസ്റ്റോറിങ് ഫോഴ്സിൻ്റെ പ്രസൻസിൽ അത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഉള്ള ഒരു പർട്ടിക്കുലർ കേസായിരുന്നു നമ്മുടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഡയറ്റോമിക് മോളിക്യൂള് വൈബ്രേഷൻ ചെയ്യും. വൈബ്രേഷൻ മോഷൻ ഒരു ഓസിലേഷൻ ആയിരുന്നു. അത് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണെന്നുള്ള അസംഷനിലായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ഒരു ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ ലെവൽ. സോ ആ ഒരു പെർട്ടിക്കുലർ കേസിൽ യു വിൽ ബി ഹാവിങ് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ബോണ്ട് ലെങ്ത് ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഈ ഗ്രാഫിൽ ഓരോ വൈബ്രേഷൻ ലെവൽസ് ഉണ്ടാവും. ലോവസ്റ്റ് എനർജി വൈബ്രേഷൻ ലെവൽസിൽ കുറച്ച് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നുള്ളൂ. പക്ഷേ ഹയർ എനർജി വൈബ്രേഷൻസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹയർ വൈബ്രേഷൻ ലെവൽസിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് വളരെയധികം മാറുന്നുണ്ട്. പക്ഷേ ഇക്വിലിബ്രിയം പൊസിഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇങ്ങനെ ഓരോ ഹയർ ലെവൽസിലേക്കും വൈബ്രേഷൻ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സ്ട്രെച്ചിങ്ങിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇത് കൂടാതെ വേറെയും വൈബ്രേഷൻസ് പോസിബിൾ ആണ്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കർവ്, ഈ ഒരു പാരബോളിക് ആയിട്ടുള്ള കർവ് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ മോളിക്യൂള് എത്ര ഹൈ വൈബ്രേഷൻ സ്റ്റേറ്റിലേക്ക് ചെന്നാലും അത് ബ്രേക്ക് ചെയ്യില്ല, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു അസംഷനിലാണ് ഈ ഒരു കർവ് പോകുന്നത്. പക്ഷേ ആക്ച്വാലിറ്റിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മോളിക്യൂള് ഒരിക്കലും ഇൻഫിനിറ്റ് ബോണ്ട് ലെങ്ത് വരെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് അത്രയും വേരി ചെയ്യാനുള്ളൊരു സാധ്യതയില്ല. ഇതിൻ്റെ ഈ പാരബോളിക് കർവ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകില്ല. ഇൻസ്റ്റെഡ് ഒരു പെർട്ടിക്കുലർ സർട്ടൻ പോയിന്റിൽ ദർ വിൽ ബി ബ്രേക്കിംഗ് ഓഫ് ദ ബോണ്ട്. ഒരു സർട്ടൻ പോയിൻ്റ് അപ്പുറത്തേക്ക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബോണ്ട് ബ്രേക്കിങ്ങിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് പക്ഷേ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ള ഈ കേസിൽ നമ്മൾ കാണുന്നില്ല. അത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡ്രോബാക്ക് ആണ്. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞു വൈബ്രേഷൻ എനർജി ലെവൽസ് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ വൈബ്രേഷൻ എനർജി ലെവൽസ്. ദാറ്റ് ഈസ് v+1/2 ഒമേഗ ബാർ സെൻറ്റിമീറ്റർ ഈസ്റ്റ് -1 ആയിരിക്കും ഓരോ വൈബ്രേഷൻ എനർജി ലെവലിൻ്റെയും കറസ്പോണ്ടിങ് വാല്യൂ. ആൻഡ് വി എന്ന് പറയുന്നത് വൈബ്രേഷൻ ക്വാണ്ടം നമ്പറാണ്. ഈ ക്വാണ്ടം നമ്പറിന് പല വാല്യൂസ് ആകാം, 0, 1, 2 എക്സെട്ര ഇൻറ്റിജർ വാല്യൂസ് പോസിബിൾ ആണ്. ആൻഡ് വെൻ v is equal to 0 there will be a certain vibration, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ടാവും ആ വൈബ്രേഷൻ ലെവലിന്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ എനർജി is termed as 0 point energy. ആൻഡ് ഡിഫറെൻറ്റ് വൈബ്രേഷൻ ലെവൽസ് ഓരോ വൈബ്രേഷൻ ലെവൽസും തമ്മിലുള്ള ഡിഫറൻസ് ഒമേഗ ബാർ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇതെല്ലാം തിയററ്റിക്കലി പറയുമ്പോൾ രസമുണ്ട്, കേൾക്കാനും രസമുണ്ട്, വളരെ സിമ്പിളുമാണ്. പക്ഷേ നമ്മുടെ ഒരു തിയറിയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമായിരുന്നു. ഇപ്പം ഫെയ്മ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ്, നിങ്ങളുടെ തിയറി എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും അത് എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫ് കാണുന്ന കാര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നില്ലെങ്കിൽ അത് ശരിക്കും ഒരു വേസ്റ്റാണെന്നാണ്. ഇവിടെയും നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ള കൺസെപ്റ്റിൽ ആ ഒരു മോളിക്യൂളിനെ അസ്യൂം ചെയ്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തു, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു, ഓക്കെ ഇങ്ങനെയായിരിക്കും നമുക്ക് സ്പെക്ട്രം ഒബ്സർവ് ചെയ്യുന്ന, ഇത്രയായിരിക്കും എനർജി ഡിഫറൻസ്, ഓരോ വൈബ്രേഷൻ ലെവൽസും ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിയിൽ നിന്നും v+1 ട്രാൻസിഷൻ എപ്പോഴും
ഒമേഗ ബാർ സെൻറ്റിമീറ്റർ (10⁻⁻⁴) എനർജി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആയിരിക്കും. പക്ഷേ ആക്ച്വാലിറ്റിയിൽ ദിസ് ഇസ് നോട്ട് റൈറ്റ്. ആക്ച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇത് കറക്റ്റ് അല്ല. നമ്മൾ ഡിഫറൻസ് കാണുന്നുണ്ട് വൈബ്രേഷൻ ലെവൽസിൽ. ആൻഡ് ഈ ഒരു കൺസെപ്റ്റേ കറക്റ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ള കൺസെപ്റ്റേ ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഡയറ്റോമിക് മോളിക്യൂളോ ഏതൊരു മോളിക്യൂൾ എടുത്താലും ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ബിയോണ്ട് ആ ബോണ്ട് സ്ട്രെച്ച് ചെയ്യുകയോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദ മോളിക്യൂൾ വിൽ ബി ബ്രേക്കിംഗ്, ഡിസോസിയേഷൻ സംഭവിക്കും. അതിവിടെ പറയുന്നില്ല. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോകും, പാരബോളിക് ആയിട്ടുള്ളൊരു കർവ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വാലിറ്റിയിൽ മോളിക്യൂൾ അങ്ങനെയല്ല എന്നുള്ളത് തിയററ്റിക്കൽ എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ എന്നുള്ളത് ജസ്റ്റ് തിയറിയിൽ നമുക്ക് ബേസിക് ആയിട്ട് പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ലാർജർ മോളിക്യൂൾസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മോളിക്യൂൾസ് തന്നെ ഹയർ വൈബ്രേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഡിസ്ക്രിപ്പൻസീസ് കാണിക്കുന്നുണ്ടാവും. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. സോ റിയൽ മോളിക്യൂൾസ് ഡസ് നോട്ട് ഒബേ എക്സാക്ട്ലി ദ ലോസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിറൈവ് ചെയ്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. അതെല്ലാം എക്സാക്ട്ലി ഒരു റിയൽ മോളിക്യൂളും ഒബേ ചെയ്യില്ല. തിയററ്റിക്കലായിട്ട് മോളിക്യൂൾ നമ്മൾ ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് വന്നു കഴിയുമ്പോൾ ഒരു മോളിക്യൂൾ പോലും ഈ പറയുന്ന തിയറീസ് ഒബേ ചെയ്യില്ല. സോ നമ്മൾ ഒരു മോളിക്യൂൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓവർലേ ആയിട്ട് രണ്ട് ഗ്രാഫുകൾ കാണാം. ഒന്ന് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നൊരു മോളിക്യൂളും, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ബിഹേവ് ചെയ്യുന്ന ഒരു മോളിക്യൂളും. ഒരു ഡയറ്റോമിക് മോളിക്യൂളാണ്. ഇഫ് ഇറ്റ് ഈസ് ഒബേയിങ് ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ, ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് പോകുന്നത്. ഒരു പാരബോളിക് ആയിട്ടുള്ളൊരു പീക്കാണ്. പക്ഷേ ആക്ച്വാലിറ്റിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയൽ മോളിക്യൂൾസിലെല്ലാം ഈ കൈൻഡിലുള്ളൊരു ഗ്രാഫാണ് വരിക. ഇത്തരമൊരു ഗ്രാഫായിരിക്കും കിട്ടുക. ഇത് പാരബോളിക് അല്ല, ഇത് സംവാട്ട് ഡിഫറെൻ്റ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് സംവാട്ട് ഗോയിങ് ലൈക്ക് ദിസ്, ബട്ട് ഇൻ ഹിയർ യു ക്യാൻ സീ ഒരു പോയിൻറ്റിൻ്റെ ബിയോണ്ട് ദർ ഇസ് നോ വൈബ്രേഷൻ ലെവൽസ്. ഒരു പോയിൻ്റ് ബിയോണ്ട് ദ മോളിക്യൂൾ ഇസ് അണ്ടർഗോ ഡിസോസിയേഷൻ. ആ രണ്ട് ആറ്റംസും ബോണ്ടിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ എനർജി ഈസ് ദ ഡി ഇക്വിലിബ്രിയം ഓർ ഡിസോസിയേഷൻ എനർജി. സോ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് ഈ കാണിക്കുന്ന റിയൽ മോളിക്യൂളിന് എഴുതിയിരിക്കുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞു ഡയറ്റോമിക് മോളിക്യൂൾസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുള്ളത്. ഇവിടെ ഒന്നാമത്തെ മെയിൻ പ്രശ്നം, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ വി ആർ നോട്ട് കൺസിഡറിങ് ദ ഡിസോസിയേഷൻ. ഇവിടെ ഡിസോസിയേഷൻ്റെ കാര്യമേ പറയുന്നില്ല. പക്ഷേ ആക്ച്വാലിറ്റിയിൽ അറ്റ് എ സർട്ടൻ പോയിന്റ്, ഒരു സർട്ടൻ എനർജിയിൽ, വൈബ്രേഷൻ എനർജിയിൽ ദ ബോണ്ട് വിൽ ബി ഡിസോസിയേറ്റിംഗ്. അതിൻ്റെ ബിയോണ്ട് അവിടെ ഒരു വൈബ്രേഷണൽ ട്രാൻസിഷൻ പോസിബിൾ ആയിട്ട് വരുന്നില്ല. ഇവിടെ ഡിസോസിയേറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു ഡിഫറൻസ് പറയുന്നത്, വൈബ്രേഷൻ ലെവൽസിന് എനർജി സ്റ്റഡി ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഓരോ വൈബ്രേഷൻ ലെവൽസ് തമ്മിലുമുള്ള എനർജി ഡിഫറൻസ് സെയിം ആണെന്നായിരുന്നു. സെയിം എനർജി ഡിഫറൻസ് ആയിരുന്നു. ദാറ്റ് ഈസ് ഒമേഗ ബാർ ആയിരുന്നു. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ റിയൽ മോളിക്യുലർ സിസ്റ്റം ദ വൈബ്രേഷൻ എനർജി ലെവൽസ് സെയിം അല്ല. ലോവർ എനർജി ലെവൽസൊക്കെ ഓൾമോസ്റ്റ് സിമിലർ എനർജീസിൽ വരും. പക്ഷേ ഹയർ വൈബ്രേഷൻ ലെവൽസിലേക്ക് പോകുമ്പോൾ യു ക്യാൻ സീ ദ ക്ലോസിങ് അപ്പ് ഓഫ് വൈബ്രേഷൻ ലെവൽസ്. ദേ ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ. പിന്നെ ക്ലോസറായി വരും. അത് തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും ആസ് യു മൂവ് ടു ഹയർ വൈബ്രേഷൻ ലെവൽസ്. So this is another difference between the simple harmonic oscillator concept and the case of real molecules. റിയൽ മോളിക്യൂൾസിൻ്റെ കേസിൽ നമ്മൾ ഡിസോസിയേഷൻ കൺസിഡർ ചെയ്യുന്നാൽ രണ്ടാമത്തേതായിട്ട് വൈബ്രേഷൻ ലെവൽസ് ഈക്വലി സ്പേസ്ഡ് അല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. സോ റിയൽ മോളിക്യൂൾസ് ആർ ഫോളോയിങ് അൺഹാർമോണിക് ഓസിലേഷൻ.
ഹാർമോണിക് ഓസിലേഷൻ അല്ല, അൺഹാർമോണിക് ഓസിലേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അൺഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the restoring force is no longer proportional to the displacement. Harmonic oscillator കേസിൽ the restoring force was proportional to the displacement, but here the restoring force is not proportional to the displacement. So unharmonic oscillator concept ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. Real molecules will be behaving like an unharmonic oscillator. So it was observed that for real molecules, for real diatomic systems, you will be getting a graph like this. ഇവിടെ 0 point energy ഒക്കെ ഉണ്ട്, but at certain point the bond will be undergoing dissociation. Energy and bond length. This is equilibrium bond length or equilibrium. So you will be getting a graph like this, and a particular scientist named P.M. Morse actually developed a purely empirical relation which actually fits this curve. ഇങ്ങനൊരു curve നമുക്ക് experimental ആയിട്ട് കിട്ടി. ഈ curveനെ effectively fitting possible ആവുന്ന ഒരു particular equation P.M. Morse derive ചെയ്തു, and that particular equation of that function is termed as Morse function. Curve fitting എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, അനലിറ്റിക്കൽ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് പലതരം ഫങ്ഷൻസ് ഉണ്ടാകും, അതിനകത്ത് ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഫിറ്റിംഗ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് 1 ആയിട്ട് വരുന്നതിനാണ് ഏറ്റവും ഫിറ്റിംഗ് ഉണ്ടെന്ന് നമ്മൾ പറയുക. സോ നമ്മൾ ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പല ഫങ്ഷൻസ് നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. y = x² അപ്ലൈ ചെയ്യാൻ പറ്റും, y = x അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ഇക്വേഷൻസ് നമുക്ക് ഈ ഒരു ഗ്രാഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് വൈയും എക്സും ആണെങ്കിൽ. സോ നമ്മൾ ഓരോ ഫങ്ഷൻസും അതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുമ്പം ഏറ്റവും നല്ല കോറിലേഷൻ ഏതിനകത്താണ് കിട്ടുന്നത്, 1-ന് അടുത്തായിട്ട് 0.99 ഒക്കെ കിട്ടുന്ന ഏത് കറസ്പോണ്ടിങ് ഫങ്ഷൻ ആണെന്ന് നോക്കും. ആ ഫങ്ഷൻ നമ്മൾ പറയും ബെസ്റ്റ് ഫിറ്റിംഗ് ഉള്ള ഫങ്ഷൻ എന്നുള്ളത്. എക്സ്പെരിമെൻ്റൽ ഡാറ്റയിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. സോ P.M. Morse എന്ന് പറഞ്ഞ particular scientist, he was able to derive an empirical relation which is termed as Morse function. The Morse function is E is equal to dEq into 1 minus A R equilibrium minus R the whole square. D equilibrium is the dissociation energy, A is the constant for a particular molecule, and R is the distance moved from the equilibrium distance. The equilibrium ആണ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, that is represented using this R. So this is Morse function, and this is actually an empirical relationship which is used to describe this particular curve. ഈ curve നമ്മുടെ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് കിട്ടും. ഈ പ്ലോട്ടിനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന മോസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് എൻ എംപിറിക്കൽ റിലേഷൻ. സോ ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ആൻഡ് what happens, so you have the energy and you have this equation. ഈ ഇക്വേഷനിൽ നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കും വേവ് ഇക്വേഷൻ. Schrodinger wave equation will be obtained, and it will be solved. So ഇതിൽ നിന്ന് നമ്മൾ Schrodinger wave equation കിട്ടി. ആ Schrodinger wave equation ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ സോൾവ് ചെയ്യും. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈബ്രേഷൻ എനർജി ലെവൽസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. സോ Schrodinger wave equation സോൾവ് ചെയ്ത് കഴിയുമ്പോൾ it was found that the corresponding solution is epsilon v is equal to v plus 1/2 omega bar e minus v plus 1/2 square omega bar e x c centimeter raised to minus 1. വേവ് നമ്പേഴ്സിലാണ്, അല്ലെങ്കിൽ എനർജിനെ നമ്മൾ വേവ് നമ്പർ ടേംസിലാണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റിമീറ്റർ raised to minus 1 ടേംസിലാണ് പറഞ്ഞിരിക്കുന്നത്. വേവ് നമ്പർ അല്ല, സെൻറ്റിമീറ്റർ raised to minus 1 നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഓരോ വൈബ്രേഷൻ ലെവൽസിൻ്റെയും എനർജി എത്രയായിരിക്കും, വൈബ്രേഷൻ ലെവൽസിൻ്റെ എനർജി എന്നുള്ളത്. സോ ഇനീഷ്യലി
നമ്മുടെ ഇക്വേഷനകത്ത് ഈ ഒരു പാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വി പ്ലസ് 1/2 ഒമേഗ ബാർ ഇ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ അഡീഷൻ ടു ദാറ്റ് വി ഹാവ് മൈനസ് വി പ്ലസ് 1/2 സ്ക്വയർ ഒമേഗ ബാർ ഇ എക്സ് സി. സോ നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ നിന്ന് ഒരു റിയൽ മോളിക്യൂളിലേക്ക് വരുമ്പോൾ, ഒരു അൺഹാർമോണിസിറ്റി അല്ലെങ്കിൽ അൺഹാർമോണിക് ഓസിലേറ്ററിലേക്ക് വരുമ്പോൾ ഒരു സബ്സ്ട്രാക്റ്റിംഗ് ടേമും കൂടെ അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ആ ഇക്വേഷനിൽ. സോ ഈ ടേമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വി വാല്യൂ 0 ആകുമ്പോൾ അവിടെ ഈ എക്സിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്മോൾ ആയിട്ടുള്ള വാല്യൂ ആണ്. 0.00 സംതിങ് 001 സംതിങ് ആണ് വരിക. സോ ലോവർ വൈബ്രേഷൻ ലെവൽസിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ കൺസെപ്റ്റും അതുപോലെ തന്നെ നമ്മുടെ അൺഹാർമോണിസിറ്റി കൺസെപ്റ്റും അൺഹാർമോണിക് ഓസിലേറ്റർ കൺസെപ്റ്റും ഓൾമോസ്റ്റ് മാച്ച് ആയിട്ട് വരും. കാരണം അതിൻ്റെ വൈബ്രേഷൻ എനർജി ലെവൽസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരും. പക്ഷേ ഹയർ ആൻഡ് ഹയർ വൈബ്രേഷൻ ലെവൽസിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ഒരു സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന പാർട്ടിൻ്റെ വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും. സോ നമുക്ക് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ വൈബ്രേഷൻ എനർജി ലെവലും അതുപോലെ തന്നെ അൺഹാർമോണിക് ഓസിലേറ്ററിന് ഡിറൈവ് ചെയ്ത വൈബ്രേഷൻ എനർജി ലെവലും ഡിഫറെൻ്റ് ആയിരിക്കും വെൻ വി ഈസ് വെരി മച്ച് ഹയർ. Moreover that വി വാല്യൂ ഹയറായി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്താണ് വരുന്നത്. സോ ഓരോ എനർജി ലെവൽസ് തമ്മിലും പിന്നെ ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഹയർ വൈബ്രേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ ഗ്യാപ്പ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഇൻ ദ കേസ് ഓഫ് അൺഹാർമോണിക് ഓസിലേറ്റർ ഈ ഒരു പെർട്ടിക്കുലർ ടേം ഇവിടെ വരുന്നുണ്ട്. സോ ഒമേഗ ബാർ ഈസ് ദി ഓസിലേഷൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ആൻഡ് വി ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ലൈക്ക് ദിസ്: എപ്സിലോൺ ബി ഈസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് എക്സ് സി ഇൻറ്റു വി പ്ലസ് 1/2 മൾട്ടിപ്ലൈഡ് ബൈ വി പ്ലസ് 1/2 where v is 0, 1, 2 etc. വൈബ്രേഷൻ ക്വാണ്ടം നമ്പർ ആണ്. ഏത് വാല്യൂസും പോസിബിൾ ആണ്. ഇൻഡിജർ വാല്യൂസ് എല്ലാം പോസിബിൾ ആണ്. സോ here you have omega bar e as the oscillation frequency, x is the unharmonicity constant and v is the vibrational quantum number. So unharmonicity constant, that is xc, so small and positive value. So due to this particular value the vibration level crowd more closely together as you increase the v value. So see a comparison between simple harmonic oscillator and unharmonic oscillator. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെയും അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെയും വൈബ്രേഷൻ എനർജി ലെവൽസിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ കാണാം. എപ്സിലോൺ വി ഇൻ ദ കേസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഇസ് ഈക്വൽ ടു വി പ്ലസ് 1/2 ഒമേഗ ബാർ oscillation, and in the case of unharmonic oscillator epsilon v is equal to omega bar e into 1 minus xc into v plus 1/2 multiplied by v plus 1/2. രണ്ട് കേസിലും v is vibrational quantum number. We can have values 0, 1, 2, 3 etc. Now this omega bar oscillation is equal to epsilon v divided by v plus 1/2 is equal to epsilon v divided by v plus 1/2, and we can substitute this epsilon v substitute the value of epsilon v, that is omega bar oscillation is equal to omega bar e into 1 minus xc into v plus 1/2 multiplied by v plus 1/2 divided by v plus 1/2. So we are substituting the value for epsilon v, that is this value here. അങ്ങനെ നമുക്ക് ഒരു റിലേഷൻ കിട്ടി ബിറ്റ്വീൻ ഒമേഗ ബാർ ഓസിലേഷൻ ആൻഡ് ഒമേഗ ബാർ ഇ. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും തമ്മിലുള്ള കോറിലേഷൻ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് എക്സ് സി ഇൻറ്റു
V plus 1 by 2. This unharmonic oscillator behave like a harmonic oscillator with an oscillation frequency which decreases steadily with increasing V. So it will be behaving as a harmonic oscillator, but this similarity will be reduced as you increase the vibrational quantum number with an oscillation frequency which decreases steadily with increasing V. V increase ചെയ്യുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദിസ് ഇസ് റിഗാർഡിംഗ് ദി കറസ്പോണ്ടിങ് സിമ്പിൾ അൺഹാർമോണിക് ഓസിലേറ്റർ. ഇൻ ദ കേസ് ഓഫ് റിയൽ മോളിക്യൂളിൻ്റെ കേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിൻ്റെ വൈബ്രേഷൻ എനർജി ലെവലിൻ്റെ കാര്യവും ബ്രീഫായിട്ട്. സോ ആസ് വി ഹാവ് ഓൾറെഡി മെൻഷൻഡ്, ഹിയർ ഓൾസോ ദർ വിൽ ബി എ 0 point എനർജി. V = 0 ആകുന്ന സ്റ്റേറ്റിൽ ഒരു 0 point എനർജി ഉണ്ടാവും. 0 point energy is equal to 1 by 2 omega bar E into 1 minus 1 by 2 xc centimeter raised to minus 1. ഇത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഒരു എക്സ്ട്രാ ടേമും കൂടെ വരുന്നുണ്ട്. So 0 point energy can be found out by substituting the value V is equal to 0 in this particular equation. And in the next video we will be discussing about the selection rules and kind of transitions that can be observed in the case of a unharmonic oscillator. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ നിന്ന് അൺഹാർമോണിക് ഓസിലേറ്ററിലേക്ക്, അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ കേസിൽ നിന്ന് ഒരു റിയൽ മോളിക്കുലർ സിസ്റ്റത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തപ്പോഴുള്ള ചേഞ്ചസ് ആണ്. റിയൽ മോളിക്യൂൾസ് അൺഹാർമോണിക് ഓസിലേഷൻ ആണ് കാണിക്കുന്നത്. അവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് മോസ് ഇക്വേഷൻ വേണം. മോസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മോസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊരു എംപിറിക്കൽ ഫംഗ്ഷനാണ്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ ഡ്രൈവ് ചെയ്യാൻ പറ്റും. ആ ഡിറൈവ് ചെയ്ത ഷ്രോഡിൻജർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ എനർജി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡിഫറെൻറ്റ് വൈബ്രേഷൻ ലെവൽസ്. അവിടെ അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ ടേം വരുന്നുണ്ട്. അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് ഇസ് എ സ്മോൾ പോസിറ്റീവ് വാല്യൂ ആൻഡ് ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ദി closing up of the vibration levels as you increase the vibration quantum number. Vibration quantum number കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടേം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്ലോസിംഗ് അപ്പിനെ കുറിച്ച്, എന്തുകൊണ്ട് വൈബ്രേഷൻ ലെവൽസ് ക്ലോസ് അപ്പ് ആവുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആകാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. സോ ദി എനർജി ലെവൽസ് were discussed and we had a comparison between the energy levels of simple harmonic oscillator and unharmonic oscillator, as well as comparison between the vibration frequency of a harmonic oscillator and an unharmonic oscillator. And that's all for today. Thank you.